നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ഒരു അതിഗംഭീര ചലച്ചിത്രം സൂക്ഷ്മദർശിനി ബേസിൽ ജോസഫും നസ്രിയ നസീമുമൊക്കെ അഭിനയിച്ച് MC സംവിധാനം ചെയ്തിറങ്ങിയ മികച്ചൊരു ത്രില്ലർ മിസ്റ്ററി ചലച്ചിത്രം. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് വീട്ടമ്മയായ പ്രിയദർശിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്രിയദർശിനി അന്ന് തന്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നിടത്ത് വന്നിരിക്കുകയായിരുന്നു. വരവിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു കള്ള സർട്ടിഫിക്കറ്റ് അടിച്ചുണ്ടാക്കണം. പ്രിയദർശിനിക്ക് വൈകാതെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിലേക്കായിരുന്നു അത്. പ്രിയദർശിനിയുടെ ഭർത്താവ് ആന്റണി ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആണ്. ക്ലയന്റുകളെയൊക്കെ പിടിക്കുന്നതിൽ ബഹുകേമനായിരുന്നു ആന്റണി. ആന്റണിക്കും പ്രിയക്കും ഒരു മകൾ കൂടിയുണ്ട്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന കുടുംബം. അടുത്ത ദിവസം രാവിലെ ആന്റണി ജോലിക്കിറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മാനേജറുടെ കോൾ വന്നത്. ആന്റണിയുടെ കൂടെ ജോലി നോക്കുന്ന മൃദുല എന്ന ലേഡിയുണ്ട്. അവർക്ക് ആ മാസത്തെ ടാർഗറ്റ് ഒന്നും ആയിട്ടില്ല. ക്ലയന്റുകളെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് കൂടുതൽ ക്ലയന്റ് ഉള്ള ആന്റണിയോട് 2 ക്ലയന്റിനെ മൃദുലയ്ക്ക് കൊടുക്കാമോ, മൃദുലയുടെ സിറ്റുവേഷൻ മോശമാണ് എന്ന തരത്തിലൊക്കെ മാനേജർ വിളിച്ച് സംസാരിച്ചു. മാനേജറെ പിണക്കണ്ടല്ലോ, പ്രൊമോഷൻ സാധ്യതയൊക്കെ വരാനിരിക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ച ആന്റണി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അതിനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മൃദുല എന്ന ലേഡിയുണ്ടല്ലോ, ആളൊരു വിരുദ്ധയായിരുന്നു. മാനേജറെ വശീകരിച്ച് കാര്യം കാണലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകൾ സ്കൂളിലേക്കും ആന്റണി ജോലിക്കുമായി ഇറങ്ങിയപ്പോ പ്രിയ പുറത്തു വന്നവരെ യാത്രയാക്കി. അവർ പോയതിന് പിന്നാലെയാണ് അയൽവക്കത്ത് താമസിക്കുന്ന സിംഗിൾ മമ്മായ സ്റ്റെഫനി ജോലി ആവശ്യത്തിന് പുറത്തേക്ക് വരുന്നത് പ്രിയ ശ്രദ്ധിക്കുന്നത്. ചോദിച്ചപ്പോ ഇന്റർവ്യൂ ഉണ്ടെന്നും പിന്നെ കാണാമെന്നും പറഞ്ഞ് സ്റ്റെഫനി ഒറ്റയടിക്കങ്ങ് പോയി. അത് കേട്ടതും പ്രിയ ഓടി മുറിയിലേക്ക് കയറി അണിഞ്ഞൊരുങ്ങി കാറുമെടുത്ത് ഇന്റർവ്യൂവിന് പുറപ്പെട്ടു ചെന്നു. പ്രിയ അകത്തേക്ക് കയറി ചെന്നപ്പോഴോ സ്റ്റെഫനി അതാ ഇന്റർവ്യൂവിന് അവിടെ ഇരിക്കുന്നു. സ്റ്റെഫനിയെ കണ്ട് പ്രിയയെ കണ്ട് സ്റ്റെഫനിയും ഒരു നിമിഷം ഞെട്ടുന്നുണ്ട്. ഇന്റർവ്യൂവിന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് സ്റ്റെഫനി ചോദിച്ചു. അത് കുറെ നാളായില്ലേ വീട്ടിലിരുന്നു മടുത്തു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെന്നുള്ളൂ. അതിനിവിടെ 3 കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണ്ടേ? അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിയയുടെ മറുപടിയും വന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പ്രിയയും സ്റ്റെഫനിയും കൂടിയായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയത്. സ്റ്റെഫനി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ മുമ്പിലെത്തിയതും പ്രിയയുടെ അയൽവക്കത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്ന വലിയൊരു വീട്ടിലേക്ക് പുതിയ താമസക്കാർ വരുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പുതിയ അയൽക്കാരെത്തുന്നുണ്ടല്ലോ എന്ന് പ്രിയ സ്റ്റെഫനിയോട് പറയുകയും ചെയ്തു. ആ വീട്ടിൽ താമസത്തിനെത്തിയത് മാനുവൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു. മാനുവലിന്റെ അമ്മ ഗ്രേസും കൂടെയുണ്ട്. ഗ്രേസ് ബേക്കേഴ്സ് എന്ന പേരിൽ വലിയൊരു സ്ഥാപനം തന്നെയുണ്ട്. അതിന്റെ ഓണറാണ് മാനുവൽ. ആ പ്രദേശത്തെ ലേഡീസിനൊക്കെ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സരോജിനി എന്ന് വിളിക്കുന്ന ഒരു ടീച്ചറാണ് അതിന്റെ അഡ്മിനായിട്ടുള്ളത്. മാനുവൽ വന്നതോടെ മാനുവലിനെ പറ്റിയുള്ള വിവരങ്ങൾ സരോജിനി തന്നെയായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചത്. സരോജിനി മുമ്പ് അംഗൻവാടി ടീച്ചറായിരുന്നു. അന്നു മുതലേ മാനുവൽ തന്റെ ശിഷ്യനായിരുന്നെന്നും വലിയ നിലയിലെത്തും എന്നേ താൻ കരുതിയിരുന്നു. വലിയ തറവാട്ടുകാരാ, നിഷ്കളങ്കനായ പയ്യനാ എന്നൊക്കെ സരോജിനി മാനുവലിനെയും കുടുംബത്തെയും പറ്റി പറയുന്നുണ്ട്. കൂട്ടത്തിൽ ടൗണിലെ വലിയ ഗ്രേസ് ബേക്കറി ഇല്ലേ, അത് ഇവരുടേതാ എന്നും സരോജിനി കൂട്ടിച്ചേർത്തിരുന്നു. വളരെ മാന്യമായിട്ടായിരുന്നു മാനുവൽ ലേബരോടും ഇടപഴകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെയുള്ളവരുടെയൊക്കെ മനസ്സിൽ കയറിപ്പറ്റാനും മാനുവലിന് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകിട്ട് പ്രിയയും ഭർത്താവ് ആന്റണിയും മകളും കൂടി മാനുവലിന്റെ വീട്ടിൽ പരിചയപ്പെടാൻ ചെന്നു. അവർ സംസാരിച്ചിരിക്കെ മുറിയിൽ കിടക്കുകയായിരുന്ന മാനുവലിന്റെ അമ്മ ഗ്രേസ് ഉണർന്നിരുന്നു. ഷോക്കേഴ്സിലെ പാവ നോക്കി മകൾ പോയതുകൊണ്ട് മകളെ വിളിക്കാൻ പോയ പ്രിയ അത് കണ്ടു. പ്രിയ വന്ന് മാനുവലിനോട് അത് പറയുകയും ചെയ്തു. മാനുവൽ ചെന്ന് അമ്മയെ പരിപാലിച്ചു. മരുന്ന് കൊടുക്കേണ്ടതുണ്ട് ഓരോ മണിക്കൂറിലും എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു. ശേഷം വീണ്ടും അവരെ അവിടെ കിടത്തി. അമ്മയെ മാനുവൽ പരിപാലിക്കുന്നതും മറ്റും സ്നേഹവായ്പോടെ പ്രിയ നോക്കിക്കാണുന്നുമുണ്ട്. മാനുവലും കുടുംബവും താമസിക്കുന്ന ആ വീട് അവരുടെ തറവാട് വീടാണ്. പണ്ടവരൊക്കെ അവിടായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ബേക്കറിയൊക്കെ മെച്ചപ്പെട്ടപ്പോ അവിടെ നിന്ന് മാറിയതായിരുന്നു. ഇപ്പോ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് തിരികെ എത്തിയത് എന്നാണ് മാനുവൽ ഏവരോടും പറഞ്ഞത്. അടുത്ത ദിവസം മുതൽ മാനുവൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ ലേഡീസൊക്കെ പോയി എന്നുറപ്പുവരുത്തിയ മാനുവൽ അടുത്തുള്ള വീടുകളിൽ നിന്നും തന്റെ വീടും പരിസരവും ഏതു തരത്തിൽ നോക്കിക്കാണാൻ പറ്റും എന്നത് ഓരോ വീടുകളിലും ചെന്ന് വളരെ വിദഗ്ധമായി നിരീക്ഷിക്കുന്നുണ്ട്. അടുത്ത വീട്ടിലെ സിസിലി ചേട്ടത്തിയുടെ അടുത്ത് ചെന്ന് ഓസ് വാങ്ങാനെന്ന വ്യാജേനയായിരുന്നു മാനുവൽ അവിടെ നിന്നും തന്റെ വീട് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കണ്ടത്. സിസിലി ചേച്ചിയുടെ വീട്ടിൽ നിന്നും പ്രിയയുടെ വീട്ടിൽ നിന്നുമാണ് വീടിന്റെ കുറെ ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്ന് മാനുവൽ മനസ്സിലാക്കി. തിരികെ വന്ന് മാനുവൽ വണ്ടി കഴുകിക്കൊണ്ടിരിക്കെ സ്റ്റെഫി പുറത്തേക്ക് പോകുന്ന കണ്ടു. ജോലിക്കിറങ്ങിയതാണ് എന്ന് മാനുവലിന് അറിയാമായിരുന്നു. മാനുവൽ വണ്ടിയുമെടുത്ത് ടൗണിലേക്ക് എന്ന പോലെ ചെന്നു. ടൗണിലേക്കാണെങ്കിൽ സ്റ്റെഫിയെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന സ്റ്റെഫിയെ ക്ഷണിച്ചു. അല്പം മടിച്ചിട്ടാണെങ്കിലും
മാനുവലിന്റെ വണ്ടിയിൽ സ്റ്റെഫി കയറുന്നുണ്ട്. മാനുവലും സ്റ്റെഫിയും ആ യാത്രയിലുടനീളം സംസാരിച്ചിരുന്നു. ചെറുതായൊന്ന് ഫ്ലേട്ട് ചെയ്യുന്ന രീതിയിൽ മികച്ച രീതിയിൽ സംസാരിച്ച് സ്റ്റെഫിയെ വളരെ പെട്ടെന്ന് മാനുവൽ പോക്കറ്റിലാക്കി. സ്റ്റെഫിക്കും മാനുവലിനെ ഇഷ്ടമാണ് എന്ന് സ്റ്റെഫിയുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ടായിരുന്നു. പ്രിയ വീട്ടിലേക്ക് തിരികെ എത്തിയ ശേഷമാണ് മാനുവലിന്റെ വീട്ടിലെ ടാങ്ക് നിറഞ്ഞു പോകുന്നത് പ്രിയ കാണുന്നത്. പ്രിയ നോക്കി നിൽക്കെ മാനുവലിന്റെ അമ്മ ഗ്രേസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ടാങ്ക് നിറഞ്ഞു പോകുന്നതും നോക്കി നിൽക്കുന്നതും പ്രിയ നോക്കി കണ്ടു. പ്രിയ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, വെള്ളം നിന്നിട്ടുണ്ട്, നല്ല ബോറടിയാണല്ലേ, നമുക്കിനി മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാലോ. പക്ഷേ ഗ്രേസ് പ്രിയയൊന്നും നോക്കിയെങ്കിലും ഒന്നും മിണ്ടാതെ കാര്യമായി മൈൻഡ് ചെയ്യാതെ മാനുവലിന്റെ വണ്ടി വരുന്നത് കണ്ടതും നേരെ വീടിനകത്തേക്ക് കയറിപ്പോയി. വീട്ടിലേക്കെത്തിയ മാനുവൽ അകത്തേക്ക് കയറി ചെന്നു. അമ്മച്ചി TV കാണുകയായിരുന്നു. അമ്മച്ചിയെ നോക്കിയ ശേഷം ചുറ്റുമൊന്ന് നോക്കി. ജനൽ കർട്ടൻ മാറിക്കിടക്കുന്ന കണ്ട് അവിടെത്തി പുറത്തേക്കൊന്ന് നിരീക്ഷിച്ച ശേഷം ആ കർട്ടൻ വലിച്ചടച്ചു. ശേഷം മാനുവൽ അയൽവക്കക്കാരായ ആണുങ്ങളെയൊക്കെ ഫേസ്ബുക്കിലും മറ്റുമായി സ്റ്റോക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്നാണ് മാനുവലിന് പറമ്പിൽ നിന്നും ഒരു ഉടുമ്പിനെ കിട്ടുന്നത്. ഉടുമ്പിനെ മാനുവൽ കൊന്നുപിടിച്ചു. പ്രിയദർശിനി യാദർശികമായി അത് നോക്കിക്കാണുന്നുണ്ട്. അന്ന് രാത്രിയിൽ അതേ ഉടുമ്പിറച്ച് വെച്ചിട്ട് മാനുവൽ അവിടുത്തെ ആണുങ്ങളെ മുഴുവൻ വിളിച്ച് ഒരു ട്രീറ്റ് അങ്ങ് കൊടുത്തു. അവരോടൊക്കെ പറഞ്ഞത് അത് ബീഫാണെന്നായിരുന്നു. അയൽവക്കക്കാരായ ആണുങ്ങൾക്ക് അതങ്ങ് നന്നേ ബോധിച്ചു. ഇതേ സമയം അവിടുത്തെ പെണ്ണുങ്ങളാകട്ടെ പ്രിയദർശിനിയുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. അവർ പതിവ് പോലെ അവരുടെ സംസാരങ്ങളിൽ ഏർപ്പെട്ടു. പ്രിയദർശിനി ആ സമയം ഉടുമ്പിനെ പിടിച്ച കാര്യം താൻ കണ്ടത് ഒരു സംശയമെന്ന പോലെ അവരോട് പങ്കുവെക്കുന്നുണ്ട്. അടുത്ത ദിവസം മാനുവൽ തന്റെ അങ്കിളിന്റെ വീട്ടിലെത്തി. അങ്കിളിനോട് എവിടെ നിന്നൊക്കെ നോക്കിയാൽ തങ്ങളുടെ ആ വീട് എത്രത്തോളം ക്ലിയറായി കാണാൻ പറ്റും എന്ന കാര്യം വിശദീകരിച്ചു. ആന്റണിയുടെ, അതായത് പ്രിയയുടെ വീട്ടിൽ നിന്ന് അത്രയധികം കാണാൻ പറ്റില്ലെന്നും പക്ഷേ സിസിലി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റുമെന്നും അവൻ അങ്കിളിനോട് പറഞ്ഞു. കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയിൽ വെച്ച് അവന് കിട്ടിയൊരു വിവരവും അങ്കിളിനോട് പങ്കുവെച്ചു. എല്ലാ ചൊവ്വാഴ്ചയും സിസിലി ചേച്ചിയും തോമസ് ഏട്ടനും ഒരു പള്ളിയിൽ പോവാറുണ്ട്. അങ്ങനെ പോയാൽ അവർ തിരിച്ചെത്തുമ്പോ 2 മണി കഴിയും. ആ സമയം അവിടാകെ ആന്റണിയുടെ വൈഫ് മാത്രമേ വീട്ടിൽ കാണൂ. അതുകൊണ്ട് ചൊവ്വാഴ്ച പ്ലാൻ ഫിക്സ് ചെയ്ത ഒരു സൈഡ് സേഫ് ആയിരിക്കും. അതങ്ങനെ ശരിയാവുന്ന മാനുവലെ, പകല് റിസ്ക് അല്ലേ എന്ന് അങ്കിള് തിരക്കി. രാത്രി മതി, നമ്മുടെ ഗതികേടിനെങ്ങാൻ ആരേലും കണ്ട ഒക്കെ തീർന്നു, ആ പ്ലാൻ റിസ്ക് ആണ് എന്ന് മാനുവലും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അല്ലെന്നും അതുഗ്രൻ പ്ലാനാണെന്നും പറഞ്ഞ് അങ്കിളിന്റെ മകൻ എഴുന്നേറ്റ് വന്നു. ജോൺ എന്നാണ് അവന്റെ പേര്. ആളൊരു ന്യൂറോ സർജൻ ആണ്. കറക്റ്റ് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് ജോൺ സജസ്റ്റ് ചെയ്തു. അതോടെ അവർ പ്ലാനുമായി മുമ്പോട്ട് പോവാൻ തീരുമാനിച്ചു. ഇതേ സമയം മറുവശത്ത് ആന്റണിയുടെ ഓഫീസിൽ മീറ്റിംഗ് ചേരുകയായിരുന്നു. ആന്റണിക്കും മൃദുലയ്ക്കും പ്രൊമോഷൻ ലഭിച്ചു. മൃദുലയ്ക്ക് നാട്ടിൽ തന്നെയാണെങ്കിൽ ആന്റണിക്ക് സീനിയർ എക്സിക്യൂട്ടീവായി പ്രൊമോഷൻ കിട്ടിയത് കോച്ച് ബീഹാറിലേക്കായിരുന്നു. മാനേജറെ വളച്ച് മൃദുല കാര്യം സാധിച്ചപ്പോ ആന്റണിയുടെ കാര്യം വിട്ടു. ഇതേ സമയം പ്രിയദർശിനിയെ തേടിയും ഒരു വാർത്തയെത്തി. പ്രിയദർശിനി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലോ, ആ ഇന്റർവ്യൂവിന്റെ ടെക്നിക്കൽ റൗണ്ട് അവൾ പാസ്സായെന്നും ഇനി മാനേജർ ലെവൽ ഇന്റർവ്യൂ ആണുള്ളത് എന്നുമായിരുന്നു അത്. പ്രിയ സന്തോഷിച്ചിരിക്കെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ താനും ടെക്നിക്കൽ ലെവൽ ഇന്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞുള്ള സ്റ്റെഫനിയുടെ മെസ്സേജ് വന്നു. എല്ലാവരും കൺഗ്രാറ്റുലേഷനൊക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. പ്രിയയും ഒട്ടും മടിച്ചില്ല. താനും ടെക്നിക്കൽ ഇന്റർവ്യൂ പാസ്സായെന്നും ഉടൻ വരുന്ന തങ്ങളുടെ ആനിവേഴ്സറിക്ക് ഇതിനടക്കം ട്രീറ്റ് ചെയ്യും എന്നും പ്രിയ ഗ്രൂപ്പിൽ പറഞ്ഞു. ഗ്രൂപ്പിലെ മെസ്സേജ് സ്റ്റെഫി കേൾക്കുന്നുണ്ടായിരുന്നു. സ്റ്റെഫിയാകട്ടെ ആ സമയം മാനുവലിനൊപ്പമാണ്. മാനുവലും സ്റ്റെഫിയും ഏറെക്കുറെ ഇഷ്ടത്തിലായ പോലെ ആയിക്കഴിഞ്ഞിരുന്നു. പ്രിയയുടെയും ആന്റണിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷനെ പറ്റി സ്റ്റെഫിയിൽ നിന്നും കേട്ടറിഞ്ഞ മാനുവൽ അതെന്നാണെന്ന് ചോദിച്ചു. അടുത്ത മാസം 19-നാണ് എന്ന് സ്റ്റെഫിയിൽ നിന്ന് മറുപടി കിട്ടിയതും എല്ലാരും വിളിക്കുമോ എന്നായി മാനുവലിന്റെ ചോദ്യം. വിളിക്കുമായിരിക്കും എന്ന് സ്റ്റെഫി ഊഹം പറഞ്ഞു. സ്റ്റെഫി അന്ന് പോയതും മാനുവൽ അങ്കിളിനെ വിളിച്ചു ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്നറിയിച്ചു. വൈകാതെ പ്രിയക്കടുത്തേക്ക് ആന്റണി എത്തിച്ചേർന്നിരുന്നു. തനിക്ക് ട്രാൻസ്ഫർ ആയ കാര്യം അല്പം ദുഃഖത്തോടെ ആന്റണി പറഞ്ഞതും താൻ ടെക്നിക്കൽ റൗണ്ട് പാസ്സായ കാര്യം പ്രിയ പറഞ്ഞു. കൂട്ടത്തിൽ എല്ലാവർക്കും വെഡ്ഡിംഗ് ആനിവേഴ്സറി ട്രീറ്റ് താൻ ഓഫർ ചെയ്ത കാര്യവും. ആന്റണി ആദ്യം ഒന്ന് വല്ലാതായെങ്കിലും എന്തായാലും ട്രാൻസ്ഫർ വാങ്ങി പോകുവല്ലേ, ഒരു ഫെയർവെൽ പാർട്ടി പോലെ അത് നടത്തിയേക്കാം എന്ന് ആന്റണിയും ചേർന്നങ്ങ് തീരുമാനിച്ചു. നാളുകൾ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. മാനുവലും അങ്കിളും ജോണും ചേർന്ന് എന്തൊക്കെയോ സാധനങ്ങൾ സ്വരുക്കൂട്ടുകയും അവരുടെ പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയ തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ദിവസം എത്തി. മാനുവലിനും അമ്മ ഗ്രേസിനും ക്ഷണമുണ്ടായിരുന്നു. സ്റ്റെഫി മെസ്സേജ് അയച്ചപ്പോ മാനുവൽ പാർട്ടിക്കിറങ്ങാൻ നിന്നു. പോകുന്നതിന് മുമ്പ് അങ്കിളിനെ വിളിച്ചു. പ്ലാൻ ഓണാണെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതിയെന്നും അറിയിച്ചു. മാനുവൽ പിന്നാലെ അമ്മയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടുത്തെ ജനലും കർട്ടനും തുറന്നിട്ടു. അലമാരയിൽ നിന്ന് കുറച്ച് സാരികൾ വലിച്ച് താഴെയിട്ടു. ഒരു സാരി തേക്കാൻ എന്ന പോലെ
വിളക്കുതിരികളിയിട്ട് തേപ്പോട്ടി ഓണാക്കി അതിന്റെ മുകളിൽ കത്താൻ എന്ന വണ്ണം വെച്ച് ഗിഫ്റ്റുമെടുത്ത് മാനുവൽ പുറത്തേക്കിറങ്ങി. പ്രസന്നവദനായി മാനുവൽ നേരെ ആനിവേഴ്സറി നടക്കുന്നിടത്തേക്ക് കടന്നു ചെന്നു. അവിടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും കേക്ക് കട്ടിംഗ് നടക്കുകയായിരുന്നു. കേക്ക് കട്ട് ചെയ്ത പ്രിയയാണ് ആ കാഴ്ച കണ്ടത്. മാനുവലിന്റെ വീട്ടിൽ അമ്മയുടെ മുറിയിൽ തീ ആളി കത്തുന്നു. കർട്ടൻ കത്തുപിടിച്ചതായിരുന്നു. വൈകാതെ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു. മാനുവലിന്റെ അമ്മ മിസ്സിംഗ് ആയിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോ അടുത്ത വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അമ്മ ഉറക്കമായതുകൊണ്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോഴാ ഇത് സംഭവിച്ചത് എന്ന് മാനുവൽ മൊഴി കൊടുത്തു. റിലേറ്റീവ്സിന്റെ വീട്ടിലോ എവിടെയും പോയിട്ടില്ല എന്നും മൊഴിയിലുണ്ടായിരുന്നു. വൈകാതെയാണ് മാനുവലിന്റെ അമ്മ ഗ്രേസിന് അൾഷിമേഴ്സ് ആണ് എന്ന നാട്ടിൽ വാർത്ത പരക്കുന്നത്. നല്ല രീതിയിൽ അന്വേഷണം നടന്നു. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗ്രേസിനെ കണ്ടെത്തുകയാണ്. മാനുവൽ തന്നെ വന്ന് പോലീസ് സ്റ്റേഷനിലായിരുന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മാനുവൽ അമ്മയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ അന്ന് ആന്റണി നോക്കിക്കണ്ടിരുന്നു. നാട്ടിലെ സ്ത്രീ കൂട്ടത്തിനിടയിലേക്കും ഗ്രേസിയുടെ അൾഷൈമേഴ്സ് വാർത്തയെത്തി. പക്ഷേ പ്രിയദർശനിക്ക് മാത്രം അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നാട്ടുകാരായിട്ടുള്ളവർ പലതരം കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു. അമ്മയ്ക്കൊരു ഹോം നേഴ്സിനെ വെക്കാം എന്നതായിരുന്നു അതിൽ പ്രധാനം. ആ സമയം ആന്റണി പ്രിയ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ സഹായത്തിന് നിന്നിരുന്ന ലിസി എന്ന ലേഡി നല്ലതാണെന്നും അവരുടെ നമ്പർ തരാം എന്നും പറയുന്നുണ്ട്. അത് തന്റെ പഴയ ഫോണിലാണ് എന്നും ആന്റണി കൂട്ടിച്ചേർത്തിരുന്നു. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ പിരിഞ്ഞുപോയപ്പോ മാനുവൽ അങ്കിളും ജോണുമായി സംസാരിച്ചു. രാവിലെ തന്നെ നമ്മൾ പ്ലാൻ നടത്തേണ്ടി വരും എന്ന് മാനുവൽ സൂചിപ്പിക്കുന്നുണ്ട്. ഡയാനയെ വിവരമറിയിക്കണ്ടേ എന്ന് അങ്കിൾ ചോദിച്ചു. വേണമെന്ന് മാനുവൽ തലകുലുക്കി. ഡയാന മാനുവലിന്റെ ഒരേ ഒരു ചേച്ചിയാണ്. ഇപ്പോൾ ന്യൂസിലൻഡിൽ താമസിക്കുന്നു. അന്ന് രാത്രിയിൽ ആന്റണിയും പ്രിയയും തമ്മിൽ ഗ്രേസിന്റെ കാര്യം സംസാരിച്ചു. തനിക്കൊരിക്കലും ആ അമ്മച്ചിക്ക് ഓർമ്മക്കുറവുള്ളതായിട്ട് തോന്നിയിട്ടില്ലെന്നും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ അമ്മച്ചി എങ്ങനെ പോയി എന്നുള്ള കാര്യമൊക്കെ സംശയത്തോടെ അവൾ ഉന്നയിക്കുന്നുമുണ്ട്. ആന്റണി പക്ഷേ എന്തായാലും ആള് തിരിച്ചു വന്നല്ലോ, ഇനി അതൊക്കെ അന്വേഷിച്ചിട്ടെന്തിനാ എന്ന് പറഞ്ഞതൊക്കെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. പ്രിയക്ക് ഒരു സ്വഭാവമുണ്ട്. സംശയങ്ങൾ തോന്നിയാൽ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കും. പിന്നെ അതിന്റെ പിന്നിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ ഓർമ്മകൾ പ്രിയയുടെ ഉള്ളിൽ തങ്ങി നിൽക്കാൻ തുടങ്ങി. വീടിന് പുറത്തേക്കിറങ്ങി അകത്ത് കയറുമ്പോ അമ്മച്ച ചെരുപ്പൂരിയിടാറുണ്ട്. അന്ന് ടാങ്കിൽ വെള്ളം നിറഞ്ഞപ്പോ വെള്ളം നിന്നു എന്നറിയാൻ വന്നു നോക്കി. ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റപ്പോ ബെഡ്ലാമ്പിടാൻ ഓർമ്മിച്ചു. അത്തരത്തിൽ പല കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നത് പ്രിയ ഓർത്തെടുത്തു. അൾഷൈമേഴ്സ് ഉള്ള ഒരാൾക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നായി പ്രിയയുടെ സംശയം. ചാറ്റ് ജിപിടിയോടായിരുന്നു പ്രിയ ആ ചോദ്യങ്ങൾ ചോദിച്ചത്. ഓർമ്മക്കുറവിന്റെ അവസ്ഥയനുസരിച്ചും രോഗത്തിന്റെ കാഠിന്യമനുസരിച്ചായിരിക്കും അതിൽ വ്യത്യാസമുണ്ടാവുക എന്ന് പ്രിയ നോക്കിക്കണ്ടതോടെ പ്രിയക്കൊന്നും അങ്ങ് ഉറപ്പിക്കാൻ സാധിച്ചില്ല. സ്റ്റെഫനിയോട് മാനുവൽ സംസാരിച്ചു. അമ്മച്ചി ഒറ്റക്കാക്കി പോവാൻ എവിടെയും തനിക്കിന് ധൈര്യമില്ലെന്നും അടുത്താണെങ്കിൽ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും മാനുവൽ പറഞ്ഞപ്പോ വേണമെങ്കിൽ താൻ ലീവ് എടുത്ത് അമ്മച്ചിയെ നോക്കിക്കോളാം എന്ന് സ്റ്റെഫനി ഓഫർ ചെയ്തു. മാനുവൽ ആദ്യം അത് വേണ്ടെന്ന് നിരസിച്ചെങ്കിലും പിന്നീട് ചിരിയോടെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത് അന്ന് പ്രിയ നോക്കിക്കണ്ടിരുന്നു. അന്ന് മാനുവൽ അങ്കിളും ജോണുമായും കൂടിക്കാഴ്ച നടത്തി. ജോൺ 2 മരുന്നുകൾ മാനുവലിന് കൊടുത്തു. ഗുളിക പൊടിച്ച് ജ്യൂസിലോ മറ്റോ കലർത്തി കൊടുക്കണം, സൂക്ഷിക്കണം എന്ന് ജോൺ പ്രത്യേകം പറഞ്ഞു. ഡെപ്പിയിലുള്ള മരുന്ന് വിഷമാണെന്നും ഉറക്കത്തിൽ മരിച്ചു പൊക്കോളും എന്നും ജോൺ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. വരുന്ന ചൊവ്വാഴ്ച തന്നെ പ്ലാൻ നടപ്പാക്കണം എന്ന് മാനുവൽ ആ സമയം അറിയിച്ചു. അമ്മച്ചിക്ക് സഹായത്തിന് ഒരാളെ നിർത്താൻ ചുറ്റുപാട് നിന്നും നല്ല പ്രഷറുണ്ടെന്നും ഒരുപാട് വൈകിയാൽ ശരിയാവില്ല എന്നും മാനുവൽ കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച രാവിലെ താനും കൃഷ്ണേട്ടനും പുറത്തേക്കിറങ്ങും. ടെഫിയായിരിക്കും അമ്മച്ചിക്കൊപ്പം ഉണ്ടാവുക. ബാക്കിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അങ്കിൾ കൈകാര്യം ചെയ്തേക്കണം. അങ്കിളിനോട് മാനുവൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. അന്ന് വൈകുന്നേരത്തോടെ നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ വരുന്നത് കണ്ട് പ്രിയ ടെറസിൽ കയറി തുണികൾ എടുത്തു. അപ്പോഴാണ് മാനുവലിന്റെ വീട്ടിൽ തുണികൾ എടുക്കപ്പെട്ടിരിക്കുന്നത് പ്രിയ ശ്രദ്ധിക്കുന്നത്. മാനുവൽ ആണെങ്കിൽ അപ്പോൾ വീട്ടിലേക്ക് വന്നു കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം തുണികൾ എടുത്തത് മാനുവലിന്റെ അമ്മച്ചിയാണെന്നാണല്ലോ. അൾഷിമേഴ്സിന്റെ കാര്യത്തിൽ അവൾക്ക് വീണ്ടും സംശയം കനത്തു. തന്റെ ആ സംശയം അയൽവക്കക്കാരിയും കൂട്ടുകാരിയും കൂടിയായ സുലുവിനോട് അവൾ പങ്കുവെക്കുന്നുണ്ട്. അമ്മച്ചി ചെയ്ത ഓരോ പ്രവൃത്തികളും എടുത്തു പറഞ്ഞ പ്രിയ അമ്മച്ചിക്ക് അൾഷിമേഴ്സ് ഇല്ല എന്ന കാര്യം തറപ്പിച്ചു പറഞ്ഞപ്പോ സുലുവും അത് കുറച്ച് വിശ്വസിക്കാൻ തയ്യാറായി. ആ സമയത്തായിരുന്നു മാനുവലിന്റെ വീട്ടിലെ പാചകം നടക്കുന്നത്. മാനുവൽ പുറത്താണ്. കൃത്യം 4 വിസിൽ കഴിയുമ്പോ കുക്കർ ഓഫാവും, നീ നോക്കിക്കോ എന്ന് പ്രിയ പറഞ്ഞു. സുലു അത് നോക്കാൻ തുടങ്ങി. 3 വിസിൽ പിന്നിട്ട് 4 വിസിൽ അടിച്ചതും 5ാമത്തെ വിസിൽ അടിക്കാതെ കുക്കർ ഓഫായി. ഇതിനിടയിൽ മാനുവൽ അകത്തേക്ക് പോയിരുന്നു. അതോടെ സുലുവിന് ചെറിയ സംശയം വന്നെങ്കിലും അമ്മച്ചിക്ക് ഒരു ഓർമ്മക്കുറവുമില്ല എന്ന കാര്യം പ്രിയ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം എത്തി. രാവിലെ മാംഗോ ജ്യൂസ് അടിച്ച് ടേബിളിൽ വെച്ച് ടെഫിയെ അമ്മച്ചിയെ നോക്കാൻ ഏൽപ്പിച്ച് കൃത്യം 11 മണിക്ക് അമ്മച്ചിക്ക് ജ്യൂസ് കൊടുക്കണം എന്നും പറഞ്ഞേൽപ്പിച്ച് വേറെ ആരെയും വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നും എടുത്തു പറഞ്ഞ് മാനുവൽ കൃഷ്ണേട്ടനൊപ്പം പുറത്തേക്ക് പോയി. ഇറങ്ങുമ്പോൾ തന്നെ അങ്കിളിന് മെസ്സേജ് അയക്കാനും മാനുവൽ മറന്നില്ല.
ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പ്രിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാനുവലും കൃഷ്ണേട്ടനും പോയത് ഹോം നേഴ്സിനെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. സമയം 11 സ്റ്റെഫി ജ്യൂസ് എടുത്ത് അമ്മച്ചിക്ക് അടുത്തു ചെന്നു. അമ്മച്ചി കുടിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. മാനുവൽ വിളിച്ച് സ്റ്റെഫിയോട് അമ്മച്ചി ജ്യൂസ് കുടിച്ചു എന്ന് ചോദിച്ചു. നിർബന്ധിച്ചിട്ടും കുടിച്ചില്ലെന്ന് പറഞ്ഞതും ആദ്യം സ്റ്റെഫി കുടിച്ചു കാണിച്ചാൽ മതി, അമ്മച്ചി കുടിച്ചോളും എന്ന് സ്റ്റെഫിയോട് മാറി നിൽക്കാൻ പറഞ്ഞ് മാനുവൽ പറഞ്ഞുകൊടുത്തു. പിന്നാലെ വന്ന് എടുത്തുവെച്ച ജ്യൂസ് സ്റ്റെഫി കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മച്ചിക്ക് ജ്യൂസ് കൊടുത്തപ്പോ അമ്മച്ചി അത് കുടിക്കുകയും ചെയ്തു. അമ്മച്ചി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും മാനുവൽ അങ്കിളിന് മെസ്സേജ് അയച്ചു, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞാൽ ആള് സെഡേഷനിലായിക്കോളും. ആ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്ന അങ്കിളാകട്ടെ തന്റെ ഫോണിൽ 20 മിനിറ്റ് കൗണ്ട് ഡൗൺ ഇട്ടു. അങ്കിള് വീടിനടുത്തേക്ക് എത്താറായപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വീട്ടിലേക്ക് പ്രിയ കയറി പോകുന്നു. അങ്കിൾ അതോടെ വീട്ടിലേക്ക് കയറാതെ കാർ അല്പം മാറ്റി നിർത്തി മാനുവലിനെ വിളിച്ചു. പ്രിയ വീട്ടിലേക്ക് കയറിപ്പോയി എന്നറിഞ്ഞതും മാനുവലിനാകെ വെപ്രാളം വരുന്നുണ്ടായിരുന്നു, ദേഷ്യവും. പ്രിയയാണെങ്കിൽ ബെല്ലടിച്ച് സ്റ്റെഫിയെ പുറത്തിറക്കി അയൺ ബോക്സുമായിട്ടാണ് വന്നതെന്ന് കാണിച്ച് ഇവിടുത്തെ അയൺ ബോക്സ് കത്തിപ്പോയതുകൊണ്ട് അയൺ ബോക്സ് ഇവിടെ കൊടുക്കാൻ ആന്റണി പറഞ്ഞിരുന്നു, അതുകൊണ്ട് വന്നതായി എന്ന തരത്തിൽ ഒരു കള്ളവും പറഞ്ഞ് അകത്തേക്ക് അമ്മച്ചിയെ കാണാനായി കടന്നു കയറി. എങ്ങനെ 20 മിനിറ്റിനുള്ളിൽ പ്രിയയെ പുറത്തിറക്കും എന്നതായിരുന്നു മാനുവലിന്റെ ടെൻഷൻ. മാനുവൽ അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. പെട്ടെന്നാണ് ലിസി എന്ന് പറഞ്ഞ ഹോം നേഴ്സിന്റെ കാര്യം ആന്റണി പറഞ്ഞ കാര്യം മാനുവൽ ഓർത്തത്. നമ്പറിനായി ആന്റണിയെ വിളിച്ചാൽ പഴയ ഫോണിൽ നമ്പർ ആയതുകൊണ്ട് ആന്റണി പ്രിയദർശിനിയെ വിളിക്കും എന്ന് തിരിച്ചറിഞ്ഞ മാനുവൽ തുടർച്ചയായി ആന്റണിയെ വിളിക്കാൻ തുടങ്ങി. ആന്റണി പക്ഷേ വണ്ടി ഓടിക്കുകയായിരുന്നതുകൊണ്ട് ആദ്യമൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അകത്ത് കടന്ന പ്രിയയാകട്ടെ ഒരു തഞ്ചത്തിൽ അമ്മച്ചിക്കടുത്ത് തന്റെ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചറിയാൻ തുടങ്ങി. അമ്മച്ചി അന്ന് എങ്ങനെയാ പോയത്, റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാ എത്തിയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അമ്മച്ചിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അമ്മച്ചിയുടെ മുഖത്ത് ഒരു വെപ്രാളവും പ്രകടമായിരുന്നു. സ്റ്റെഫി ഉള്ളതുകൊണ്ടാണോ അമ്മച്ചിയൊന്നും പറയാത്തത് എന്ന തരത്തിൽ പ്രിയദർശിനി സംശയിച്ചു. ഇതിനിടയിൽ സ്റ്റെഫി ഒരു ഗ്ലാസ് മാംഗോ ജ്യൂസ് പ്രിയദർശിനിക്കും കൊടുത്തു. സ്റ്റെഫിയെ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റാൻ അമ്മച്ചിയുടെ മരുന്ന് കൊടുത്തോ എന്ന തരത്തിൽ സ്റ്റെഫിയോട് അവൾ ചോദിച്ചതും മാനുവൽ കൊടുത്തു കാണും എന്നായിരുന്നു സ്റ്റെഫിയുടെ മറുപടി. പെട്ടെന്ന് ആന്റണി മാനുവലിന്റെ കോൾ എടുത്തു. പിന്നാലെ ആന്റണിയിൽ നിന്ന് പഴയ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് അയക്കാൻ പറഞ്ഞ് പ്രിയദർശിനിക്ക് കോളും എത്തി. അതോടെ പ്രിയദർശിനി വീട്ടിലേക്ക് നമ്പർ എടുക്കാൻ പോവുകയാണ്. ഫോൺ തിരയുന്നതിനിടയിൽ ഒരു ഗ്ലാസ് പാത്രം താഴെ വീണുടഞ്ഞതോടെ പ്രിയദർശിനിക്ക് തിരികെ വീണ്ടും അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ സാധിച്ചില്ല. ഇതിനിടയിൽ അവൾ തിരഞ്ഞ പഴയ ഫോൺ കണ്ടുപിടിച്ച് അത് ചാർജിലിട്ട് ആന്റണിക്ക് നമ്പർ അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ ഹോം നേഴ്സ് സ്ഥാപനത്തിൽ നിന്ന് നേഴ്സ് വേണ്ടെന്ന് പറഞ്ഞ മാനുവൽ കൃഷ്ണേട്ടനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. ഇതേ സമയം വീട്ടിൽ സ്റ്റെഫി മയക്കത്തിലായി കഴിഞ്ഞിരുന്നു. അമ്മച്ചിയാണെങ്കിൽ കാണുന്നുമില്ല. അമ്മച്ചി മിസ്സിംഗ് ആയി. അങ്കിൾ അമ്മച്ചിയെ കാറിന്റെ പിൻസീറ്റിൽ കിടത്തി എങ്ങോട്ടേക്കോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് അമ്മച്ചിയുടെ തിരോധാനം അന്വേഷിക്കാൻ ആരംഭിച്ചു. വിവരമൊക്കെ അറിഞ്ഞ് ന്യൂസിലാൻഡിൽ നിന്ന് ഡയാനയും വന്നെത്തി. അമ്മച്ചിയുടെ മൂത്ത മകൾ അമ്മച്ചി മിസ്സായത് സ്റ്റെഫിയുടെ അശ്രദ്ധ കാരണമാണ് എന്ന് പറഞ്ഞ മാനുവൽ സ്റ്റെഫിയോട് മുടക്കി. പ്രിയദർശനിക്ക് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വീണ്ടും വലിയ സംശയം തോന്നുന്നുണ്ടായിരുന്നു. അവളത് സുലുവിനോടും മറ്റും പങ്കുവെച്ചുകൊണ്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അമ്മച്ചി പോയതിന്റെ ഒരു CCTV ഫുട്ടേജ് പോലും കിട്ടിയിരുന്നില്ല. പോലീസുകാർക്ക് അതിൽ സംശയമുണ്ടായിരുന്നെങ്കിലും മുമ്പൊരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവർ കാര്യമായി അക്കാര്യത്തിൽ സംശയം കണ്ടില്ല. പിന്നാലെ ഒരു സംശയം തോന്നിയ പ്രിയദർശിനി ലിസി ചേച്ചിയെ വിളിച്ചു. മാനുവൽ എന്നു പേരുള്ള ആരെങ്കിലും വിളിച്ചിരുന്നോ എന്നന്വേഷിച്ചു. ഇല്ലെന്ന് ലിസി ചേച്ചി പറഞ്ഞതും അന്ന് മാനുവൽ തന്നെ മാറ്റുവാൻ വേണ്ടിയാണ് നമ്പർ ചോദിച്ച ആന്റണിയെ വിളിച്ചത് എന്ന കാര്യം പ്രിയദർശിനി മനസ്സിലാക്കി. പ്രിയദർശിനിയുടെ സംശയം കൂടുതൽ കനക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടു. അമ്മച്ചിയെ കാണാതായതിൽ പിന്നെ വീട്ടിലൊരു പ്രാർത്ഥനാ യോഗം വരെ നടത്തി. ആ ഒരു സമയത്താണ് ഡയാനയോട് പ്രിയ സംസാരിക്കുന്നത്. ഡയാന ന്യൂസിലാൻഡിൽ വെഡ്ഡിംഗ് ഇവന്റ് പ്ലാനറാണ് എന്നൊക്കെ പ്രിയ മനസ്സിലാക്കി. തങ്ങൾക്കും ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് എന്ന് തഞ്ചത്തിൽ പറഞ്ഞ് ഡയാനയുടെ ഫോൺ നമ്പർ പ്രിയ ഒരു തരത്തിൽ വാങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ബ്രോക്കർ വന്നതുകൊണ്ട് ഡയാന അവിടെ നിന്ന് മാറി. ആ വീടും പ്രോപ്പർട്ടിയുമൊക്കെ ഡയാനയും മാനുവലും ചേർന്ന് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നല്ല വില കിട്ടാത്തതുകൊണ്ട് മറ്റൊരു നല്ല ക്ലയന്റിനെ നോക്കാൻ പറഞ്ഞ് അവർ ബ്രോക്കറെ പറഞ്ഞുവിട്ടു. പിന്നാലെ ഡയാന മാനുവലിനെ അറിയിച്ചു, മാനുവലെ എനിക്ക് നാളെ തിരിച്ചു പോകണം. എല്ലാരോടും നീ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് ഞാൻ നോക്കിക്കോളാം, നിനക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതല്ലേ എന്നായിരുന്നു മാനുവലിന്റെ മറുപടി. പിറ്റേന്ന് തന്നെ പാക്കൊക്കെ ചെയ്ത് ഡയാന ന്യൂസിലാൻഡിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. നോക്കി നിന്നിരുന്ന പ്രിയദർശിനിയോടും മറ്റും യാത്ര പറഞ്ഞിട്ടായിരുന്നു ഡയാന കാറിൽ കയറിയത്. മാനുവലും കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ തന്റെ ജീപ്പിൽ കുറേയധികം സാധനങ്ങളുമായി മാനുവൽ വീട്ടിലേക്ക് വന്നു. അങ്കിളും സഹായത്തിനുണ്ടായിരുന്നു.
അന്ന് രാത്രിയിൽ ഉറക്കം ഞെട്ടിയ പ്രിയദർശിനി സംശയം തോന്നി പുറത്തേക്ക് നോക്കിയപ്പോ മാനുവലിന്റെ വീടിന്റെ ഒരു ജനലിന്റെ ഭാഗത്ത് അമ്മച്ചി നിൽക്കുന്നതായി കണ്ടു. ഒരു നിമിഷം അവൾ ഭയപ്പെട്ടു പോയിരുന്നു. പെട്ടെന്നൊന്ന് തിരിഞ്ഞ് ആന്റണിയെ വിളിക്കാൻ ശ്രമിച്ച് വീണ്ടും നോക്കിയപ്പോ ജനൽ അടച്ചിരിക്കുന്നു. ആന്റണി വന്നതും ആന്റണിയെ വിളിച്ച് അമ്മച്ചിയെ താൻ അവിടെ കണ്ടു എന്ന് പറഞ്ഞ് പ്രിയ കാണിച്ചെങ്കിലും തോന്നിയതായിരിക്കും എന്നായിരുന്നു ആന്റണി ആദ്യം മറുപടി പറഞ്ഞത്. താൻ കണ്ടെന്ന് പ്രിയ തറപ്പിച്ചു പറഞ്ഞതും എങ്കിൽ ചിലപ്പോ തിരിച്ചു വന്നിരിക്കും എന്നായി ആന്റണിയുടെ ഭാഷ്യം. മാനുവലിനെ വിളിച്ച് അതൊന്ന് ചോദിക്കാമോ എന്ന് പ്രിയ ചോദിച്ചു. രാത്രിയായതുകൊണ്ട് പുലർച്ചെ വിളിക്കാമെന്നായി ആന്റണി. രാവിലെ വിളിച്ചു. അമ്മച്ചിയെ കണ്ടുകിട്ടിയിട്ടില്ലെന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള വിവരമായിരുന്നു മാനുവലിൽ നിന്ന് ആന്റണിക്ക് ലഭിച്ചത്. ആന്റണി അത് പ്രിയദർശിനിയോട് പറയുകയും ചെയ്തു. തലേദിവസം താൻ കണ്ട കാര്യത്തിൽ പ്രിയക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുലുവുമായും തന്റെ കൂട്ടുകാരി അസ്മയുമായും പ്രിയ അക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അസ്മക്ക് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. മാനുവൽ അമ്മച്ചിയെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നേ എന്ന് അസ്മ ചോദിച്ചു. പ്രിയ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ പൊന്നസ്മേ, അമ്മച്ചി അവിടെയില്ലെന്ന് മാനുവല് വെറുതെ പറയുന്നതാ. ഇപ്പോ അത്ര നീ മനസ്സിലാക്കിയാ മതി. പ്രിയ തീർത്തു പറഞ്ഞു. ചിലതൊക്കെ പ്രിയ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ആന്റണിക്കും മകൾക്കും ഭക്ഷണം കൊടുത്ത ശേഷം പ്രിയ മതിൽ ചാടി നേരെ മാനുവലിന്റെ വീട്ടിലേക്ക് കടന്നു. മാനുവൽ പുറത്തുപോയി എന്ന് മനസ്സിലാക്കിയ ശേഷമായിരുന്നു അത്. ആരെങ്കിലും വരുന്നുണ്ടോ, മാനുവൽ തിരികെ എത്തുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കാൻ അവൾ സുലുവിനെ കോൾ ചെയ്ത് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ സുലുവിന് അവളെ കാണാൻ പറ്റാതായതോടെ സുലു അസ്മയെ കൂടി കോൺഫറൻസ് കോളിൽ ആഡ് ചെയ്ത് അമ്മച്ചിയെ നോക്കാൻ പ്രിയ പോയ കാര്യം പറഞ്ഞ് പ്രിയയെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അസ്മ ആദ്യം ഭയന്നെങ്കിലും അവരുടെ കൂടെ ചേർന്നു. മാനുവലിന്റെ വീട്ടിലെത്തിയ പ്രിയയാകട്ടെ ബാക്ക് സൈഡിലെ ഗ്രില്ല് വഴി പിടിച്ചു കയറി സെക്കൻഡ് ഫ്ലോറിൽ അമ്മച്ചിയെ കണ്ട മുറിയുടെ ഭാഗത്തേക്ക് ചെന്നു. ജനലിലൂടെ അകത്തേക്ക് നോക്കാൻ തുടങ്ങി. അകത്ത് ഇതേ സമയം പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിച്ച് എന്തോ പ്രവൃത്തിയിലായിരുന്നു ജോൺ കടന്നു വരുന്നുണ്ടായിരുന്നു. ജനലിലൂടെ നോക്കുന്ന പ്രിയയെ കണ്ടതും ജോൺ ഭയന്ന് താഴെയിരുന്നു പോയി. പ്രിയ അകത്തേക്ക് നല്ല രീതിയിൽ നോക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജോൺ ആണെങ്കിൽ അത് കണ്ട് ഭയപ്പെട്ടു. പിന്നാലെയാണ് ആ ഗ്ലാസിലൂടെ നോക്കിയാൽ അകത്തുള്ളവർക്കേ പുറത്തുള്ളത് കാണാൻ പറ്റുള്ളൂ എന്നും പ്രിയക്ക് തന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്നും ജോൺ മനസ്സിലാക്കുന്നത്. ജോൺ പിന്നാലെ മാനുവലിനെ വിളിച്ചു. പ്രിയ അവിടെ വന്ന് നോക്കുന്ന കാര്യം അറിയിച്ചു. മാനുവൽ വണ്ടി തിരിച്ചു വരാൻ തുടങ്ങി. ആ സമയം അയൽവക്കത്തെ തോമസ് ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. തോമസ് ഏട്ടന്റെ കണ്ണിൽ പെടാതെ പ്രിയക്ക് സൺഷെയ്ഡിൽ നിന്ന് ചാടേണ്ടി വന്നു. മാനുവൽ എത്തുമ്പോഴേക്ക് പറമ്പിലൂടെ മുമ്പോട്ട് ഓടിയ പ്രിയ അവരുടെ വീടിന്റെ മതിലിന്റെ പക്കൽ എത്തിച്ചേർന്നിരുന്നു. പക്ഷെ മാനുവൽ പ്രിയ ചാടുന്നതിനു മുമ്പേ കൈയോടെ പിടികൂടി. പക്ഷെ ദേഷ്യപ്പെടാതെ ശാന്തഭാവത്തിലായിരുന്നു മാനുവൽ പെരുമാറിയത്. പ്രിയക്കെന്താ ഈ സമയത്ത് ഇവിടെ കാര്യം? ആന്റണിക്കറിയോ പ്രിയ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം? ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ കയറുന്നത് മോശമാണ്. ഞാൻ അമ്മച്ചി വന്നു എന്നറിയാൻ വേണ്ടി വന്നതാ എന്ന് പ്രിയ പറഞ്ഞതും പ്രിയക്കറിയില്ലേ അമ്മച്ചി മിസ്സിംഗ് ആണെന്ന കാര്യം എന്നായി മാനുവലിന്റെ മറുചോദ്യം. രാവിലെ ആന്റണി വിളിച്ചപ്പോ താൻ പറഞ്ഞിരുന്നല്ലോ എന്നുകൂടി മാനുവൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇന്നലെ ഞാൻ കണ്ടതാരിയ? പ്രിയ കടുപ്പിച്ചു ചോദിച്ചു. മാനുവൽ ദേഷ്യമടക്കി പറഞ്ഞു. പ്രിയ, അമ്മച്ചി മിസ്സായിട്ട് 2 ആഴ്ചയായി. ഞാനാകെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുക. അതിന്റെ ഇടയില് നിനക്ക് ഈ മതിലാട്ടമൊക്കെ ശീലമായിരിക്കും. പക്ഷെ അത് ഈ കുടുംബത്തിലേക്ക് വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ചെല്ല് എന്ന് പറഞ്ഞ് മാനുവൽ തിരികെ നടന്നു. പ്രിയ മതിൽ ചാടി വീട്ടിലേക്ക് കടക്കുമ്പോ ആന്റണി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ആന്റണിയും പ്രിയയും തമ്മിൽ ചെറിയ വഴക്ക് പോലും സംഭവിച്ചു. മാനുവൽ വീട്ടിലേക്കെത്തി പ്രിയ കയറിയ ഗ്രില്ലിന്റെ ഭാഗമൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ക്ലോസറ്റ് പൈപ്പിൽ നിന്നുള്ള ലീക്കേജ് അവന്റെ കണ്ണിൽപ്പെടുന്നത്. ഒരു നിമിഷം മാനുവൽ ഞെട്ടിയിരുന്നു. മാനുവൽ അകത്തേക്ക് കയറി ചെന്ന് അകത്തുണ്ടായിരുന്ന ജോണിനെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ജോണിനോട് ദേഷ്യപ്പെടാനും ആരംഭിച്ചു. ജോണാണല്ലോ ഈ പ്ലാൻ മുമ്പോട്ട് കൊണ്ടുവന്നത്. അങ്കിൾ പറഞ്ഞതായിരുന്നു കുഴിയെടുത്ത് മൂടിയ മതിയെന്ന്, അത് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാനുവൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ ജോൺ, ഇത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നോക്ക്, ഈ പ്ലാൻ പെർഫെക്റ്റ് ആണ്. ഇവിടുത്തെ പ്ലംബിംഗ് മോശമായത് എന്റെ കുറ്റമല്ല എന്ന് മാനുവലിനോടായി പറഞ്ഞു. മാനുവൽ ജോണിനോട് പോയി ബാക്കി പണി കൂടി തീർക്കാൻ ആവശ്യപ്പെട്ടു. ജോൺ അകത്തെ മുറിയിലേക്ക് കടന്നു. ചോരക്കറ വീഴാതിരിക്കാൻ മുഴുവൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെക്കപ്പെട്ടിരുന്നു. ശവശരീരം ഇട്ടിരുന്ന ടാങ്കിൽ നിന്ന് വെള്ളം പോലൊന്ന് കോരി ജോൺ ക്ലോസറ്റിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. മാനുവൽ അങ്കിളിനെ വിളിച്ചു. എത്രയും വേഗം പരിപാടി തീർത്തിറങ്ങാൻ ജോണിനോട് പറയാൻ അങ്കിൾ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ പ്രിയ ഇത്തിരി പ്രശ്നക്കാരിയാണ്, അവളെ സൂക്ഷിക്കണം, അവൾക്കെന്തോ സംശയങ്ങളുണ്ട് എന്നും അങ്കിൾ കൂട്ടിച്ചേർത്തിരുന്നു. രാത്രിയിൽ ആന്റണി പ്രിയയുമായി സംസാരിച്ചു. അമ്മച്ചിയുടെ കാര്യം ഇന്നത്തോടെ മൊത്തമായി വിട്ടേക്കാൻ ആന്റണി പ്രിയയോട് പറയുന്നുണ്ടായിരുന്നു. താൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന അവസ്ഥ പ്രിയയെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. ഒരു ഘട്ടത്തിൽ പ്രിയ തനിക്ക് കിട്ടിയിരുന്ന
കിടക്കുന്ന മാനുവലിന്റെ കുടുംബത്തിന്റെ പഴയ ഫോട്ടോ നോക്കുമ്പോ അതിൽ മാനുവലിന്റെ ചേച്ചി ഡയാനയെ കണ്ടു. ഡയാനയുടെ കാര്യം ആലോചിച്ച പ്രിയ ഡയാനയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ഹായ് എന്ന് മെസ്സേജ് അയച്ചു. അടുത്ത ദിവസം പ്രിയയും സുലുവും അസ്മയും വീണ്ടും ഒത്തുചേർന്നു. പ്രിയ അപ്പോഴും മാനുവലിന്റെ കള്ളത്തരത്തെ കാര്യമായി സംശയിക്കുന്നുണ്ടായിരുന്നു. എന്നെങ്കിലും മാനുവലിന്റെ ഫേക്ക് മുഖം പുറത്തു കൊണ്ടുവരും എന്ന തരത്തിൽ പ്രിയ പറഞ്ഞതും അതിനൊരു വഴി എന്റെ പക്കലുണ്ട് എന്ന് അസ്മ പറഞ്ഞു. പിന്നാലെ തനിക്കറിയാവുന്ന കാര്യം പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാനുവൽ വീട്ടിലേക്ക് വന്നപ്പോ വീട്ടിൽ കയറാതെ പ്രിയയെ നോക്കുവാൻ നേരെ സൺഷെയ്ഡിന്റെ ഭാഗത്തേക്കാ വന്നത്. അതിനർത്ഥം ആരോ ഒരാൾ മാനുവലിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നല്ലേ. അതാരായിരിക്കും എന്ന സംശയം അതോടെ ഉടലെടുക്കാൻ തുടങ്ങി. സ്റ്റെഫി ആയിരിക്കുമോ എന്നായിരുന്നു ആദ്യ സംശയം നീണ്ടത്. കഥയുടെ ആദ്യഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ കമന്റ് ബോക്സിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.